സദ്യകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിശേഷപ്പെട്ട ഇഞ്ചിക്കൂട്ടാനാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോണത്. പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലി നല്ലോണം ഒന്ന് എണ്ണയിൽ വാട്ടിയെടുക്കാം. മല്ലിയും ഉഴുന്നും നല്ലോണം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകം ഒന്ന് ചൂടാവട്ടെ. ജീരകം ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ എടുത്തോളൂ. നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി നല്ലോണം വാടി വരുമ്പോൾ ഇതിലേക്ക് 5-6 ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഉള്ളി സോഫ്റ്റ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് തണുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ കായപ്പൊടി, 2 പച്ചമുളക്, കുറച്ച് വേപ്പില. പച്ചമുളക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചമുളക് നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്ത് ഒരു 2 മിനിറ്റ് ഇത് എണ്ണയിൽ നല്ലോണം കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇഞ്ചിയുടെ ഒരു പച്ചസ്വാദ് വരും. നമ്മൾ വാട്ടിയിട്ടാണ് അരച്ചത്, എന്നാൽ 2 മിനിറ്റ് നമ്മൾ ഈ എണ്ണയിൽ കുക്ക് ചെയ്യണം. 2 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ കളർ ഒന്ന് മാറും കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ കളർ പോലെ വരും. അതുപോലെ നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണും. അതാണ് പാകം. ഇനി നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇപ്പൊ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഉപ്പ് വേണോ നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണം പോണ വരെ. പൊടികളുടെ പച്ചമണം പോയതും ഇതിലേക്ക് 1 ടീസ്പൂൺ പുളിവെള്ളം ചേർക്കുന്നുണ്ട്. ഇഞ്ചി പേസ്റ്റ് അരച്ച് ആ ജാറ് കഴുകി ആ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. നല്ലോണം തിളച്ചതിന് ശേഷം പുളി കറക്റ്റാണോ നോക്കിക്കോളൂ. കുറവ് തോന്നുകയാണെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി പുളി ചേർത്ത് കൊടുത്തോളൂ. കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം നമുക്ക്. ഇനി നല്ലോണം ഒന്ന് വെട്ടി തിളക്കട്ടെ കേട്ടോ. 1 മിനിറ്റോളം കൂട്ടാൻ നല്ലോണം തിളച്ചു കൂട്ടാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ശർക്കരപ്പൊടി ചേർക്കുന്നുണ്ട്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർത്തോളൂ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റണ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കൂട്ടാനാണ്. എല്ലാവരും പുളിഞ്ചി ഉണ്ടാക്കും, അധികം ആരും ഇഞ്ചിക്കൂട്ടാൻ റെഡിയാക്കാറില്ല. ഇക്കൊല്ലം സദ്യക്ക് ഇഞ്ചിക്കൂട്ടാനും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കോട്ടെ. നിങ്ങൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലാണ്. See you. Bye.